റേസ് ഈസ് എ സ്പെക്ട്രം, സെക്സ് ഈസ് പ്രിറ്റി ഡാം ബൈനറി. റേസ് ഒരു സെക്ടറാണ്, വംശം. ഒരു വംശത്തിൽ കറുത്തവൻ വെളുത്തവൻ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. ഇപ്പൊ നമ്മളെ നോക്കും, എനിക്കിവിടെ ഇപ്പോൾ വെളുപ്പുണ്ട്, ഇവിടെ കറുപ്പാണ്. ഇതൊക്കെ വേറെ വേറെ സെല്ലുകൾ എവിടെ നിന്നൊക്കെയോ ഒഴുകി വന്നത്. ഓരോരോ ഭാഗങ്ങളിൽ വെളുപ്പും കറുപ്പും ഒക്കെ വരും, ഇരുനിറങ്ങൾ വരും. ഇപ്പൊ തന്നെ ബ്ലാക്ക് എന്ന് പറയുന്ന പോപ്പുലേഷനിൽ പല രീതിയിലുള്ള, അമേരിക്ക ചെന്ന് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ആണോ, ഒബാമ ബ്ലാക്ക് ആണോ, ഒബാമ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? ബ്ലാക്കിന് അദ്ദേഹം ബ്ലാക്ക്, വൈറ്റിന് ചിലർ അദ്ദേഹം വൈറ്റ്. സംശയാലുക്കൾക്ക് ഈസ് നോട്ട് ഫുള്ളി വൈറ്റ് ഓർ ഫുള്ളി ബ്ലാക്ക്. പക്ഷെ ഇത് മനുഷ്യൻ സഞ്ചരിച്ച വഴികളാണ് ഒബാമ എന്ന് പറയുന്ന മനുഷ്യനിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇറ്റ്സ് എ മാപ്പ്, ജനറ്റിക് മാപ്പ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ റേസ് ഈസ് എ സ്പെക്ട്രം, സെക്സ് ഈസ് പ്രിറ്റി ബൈനറി. സെക്സ് ബൈനറിയാണ് ഡോക്കിൻസ് പറയും. ഡോക്കിൻസിന് അന്നും ഇന്നും ഉള്ള ഒരു തന്തേടതാണ് ഒരു കാര്യം. ഞാനീ പണി തുടങ്ങിയിട്ട് കുറെ നാളായി. സെക്സ് ബൈനറിയാണ്, ജെൻഡർ ഫ്ലൂയിഡാണ്, ട്രാൻസ്ജെൻഡർ അംഗീകരിച്ചു. പെണ്ണായിട്ട് ജീവിക്കാൻ ആഗ്രഹം, ജീവിക്കൂ. നിങ്ങളുടെ ഒരു റൈറ്റും നിങ്ങളുടെ ഒരു പ്രിവിലേജും ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. നിങ്ങളുടെ റൈറ്റാണ്, വളരെ ശരിയാണ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അനുഭാവം, ബഹുമാനം. സെക്സ് ബൈനറി അല്ലെന്ന് എന്തിനാണ് പറയുന്നത്? സെക്സ് ബൈനറിയാണ്, ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, മെയിൽ ആൻഡ് ഫീമെയിൽ മാത്രമേ ഉള്ളൂ. ഇതിന് ഇടയിലുണ്ടെന്ന് പറയുന്നത് എന്താണ്? അപ്പൊ അദ്ദേഹം പറയുന്നത് ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിൾ അദ്ദേഹത്തിന് ബ്ലോഗിൽ കിടപ്പുണ്ട്, 2021 ദിസ് ഇസ് റിഡിക്കുലസ് ആർട്ടിക്കിൾ. ഏതാണെന്നറിയോ? സയന്റിഫിക് അമേരിക്കൻ. ഷെയിം ഓൺ ദ വൺസ് ഗ്രേറ്റ് സയന്റിഫിക് അമേരിക്കൻ. വലിയ പ്രഖ്യാതമായ മാഗസിനാണ്, വിഖ്യാതമായ മാഗസിൻ. നാണമില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതി വിടാൻ? ഇഗ്നറന്റ്ലി മിസ്അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് സെക്സ് ബൈനറി. ലിംഗ രണ്ടാണ്, അതും ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നാണക്കേട് തന്നെ. സെക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ക്രോമസോം. ഞാൻ ഈ 10 മാർക്കർ പറഞ്ഞല്ലോ, ഡോക്കിൻസ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. സെക്സ് നിങ്ങൾ ഈ 10 മാർക്കർ വെച്ചല്ല നോക്കണ്ടേ, ഒറ്റ മാർക്കറാണ്. അത് അദ്ദേഹം പറയുന്നുണ്ട്. സെക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ക്രോമസോംസ്, നോർ ബൈ ഫിസിക്കൽ അനോട്ടമി, നോർ ബൈ സൈക്കോളജി, യുവർ ബ്രെയിൻ, ഓർ സോഷ്യോളജി, സമൂഹം, നോർ ബൈ എനി അസൈൻമെന്റ് അറ്റ് ബർത്ത്. ഒരു ഡോക്ടർ വന്ന് നിങ്ങളെ ആണാന്ന് അസൈൻ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ആണായത്. നിങ്ങൾ ആണായതുകൊണ്ട് അയാൾ അസൈൻ ചെയ്തതാണ്. ഇറ്റ്സ് നോട്ട് അസൈൻമെന്റ് അറ്റ് ബർത്ത് റിയലി ഡിറ്റർമൈൻ യുവർ സെക്സ്. നിങ്ങൾ ആണായതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്, അല്ലെ നേഴ്സ് അങ്ങനെ പറഞ്ഞു. അല്ലാതെ നിങ്ങൾ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് സോഷ്യലി അടിയിൽ ഒപ്പിട്ടുകൊണ്ടല്ല ഇത്. അദ്ദേഹം പറയുന്നതാണ്, ഇറ്റ്സ് നോട്ട് അസൈൻമെന്റ് അറ്റ് ബർത്ത് ബട്ട് ബൈ ഗാമേറ്റ് സൈസ്. ഗാമേറ്റ് സൈസ് ആണ്, ഗാമേറ്റ്സ് ആണ് സെക്സിന്റെ ഡിറ്റർമിനന്റ്. നിങ്ങൾ ഉണ്ടാക്കുന്നത് ബീജമാണോ അണ്ടമാണോ? അത്രേ ഉള്ളൂ. നിങ്ങൾ അണ്ടമാണെങ്കിൽ നിങ്ങൾ ഫീമെയിലാണ്, ബീജമാണെങ്കിൽ നിങ്ങൾ മെയിലാണ്, അത്രേ ഉള്ളൂ. വേറെ ഒക്കെ പോട്ടെ. ആ പറയുന്നത് ഹോർമോൺ വേണം, ഹോർമോൺ വേണം. അവസാനം നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? അണ്ടമാണോ ബീജമാണോ? അല്ല, നിങ്ങൾ തലയിൽ മറ്റേ ഇങ്ങനെ വലിപ്പം ആയിക്കോട്ടെ. എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? അണ്ടമാണോ ബീജമാണോ? വയബിൾ ആയിട്ടുള്ള, ഫീസിബിൾ ആയിട്ടുള്ള, ഫെർട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന അണ്ടവും ബീജവും ആണ് ഒരു ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്നത്. അതിന്റെ സൈസാണ്. ഇനി വർക്ക് ചെയ്യാത്ത ചില ബീജത്തിന് അങ്ങനെ പല പല രോഗങ്ങൾ, അതൊക്കെ രോഗങ്ങളാണ്. രോഗങ്ങളും അനോമലികളും ഒക്കെ ഒരുപാടുണ്ടാവും. അതൊരിക്കലും ഈ ബൈനറിയെ ഇല്ലാതാക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, but it is universally defined by the binary distinction between sperm and eggs. You may argue about gender. നിങ്ങൾക്ക് വേണേൽ ജെൻഡറിനെ കുറിച്ച് ബൈനറി അല്ല, ട്രാൻസ്ജെൻഡർ ആണ്, എന്ത് വേണേലും പറയാം. You may argue about gender if you wish. നിങ്ങൾക്ക് ആഗ്രഹം ചെയ്യാം. ബയോളജിസ്റ്റ് ഹാവ് ബെറ്റർ തിങ്സ്. ബയോളജിസ്റ്റുകൾക്ക് അതിനകത്ത് താല്പര്യമില്ല, അവർക്ക് വേറെ പണിയുണ്ട്. But sex is true binary, one of the rather few in biology. സെക്സ് ബൈനറിയാണ്, രണ്ട് ആൺ പെൺ, അതിനാണ് ബൈനറി എന്ന് പറയുന്നത്. അത് ജീവശാസ്ത്രത്തിൽ തന്നെ വളരെ പൂർവ്വമായിട്ടേ ബൈനറീസ് ഉള്ളൂ. സെക്സ് അങ്ങനെ ഒന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്റർസെക്സ് പീപ്പിളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് എഴുതാറുണ്ട്. അപ്പൊ ഇന്റർസെക്സ് പീപ്പിളിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ ലേഖനത്തിൽ തന്നെ പറയുന്നു, ഇറ്റ് ഈസ് എ ഡിസോർഡർ ഇൻ ബയോളജി. ഒരു ക്രമക്കേടാണ്. ഇറ്റ്സ് എ ഡിസോർഡർ ഇൻ ബയോളജി ഡസ് നോട്ട് ഡിസ്പ്രൂവ് നോർമൽ ബയോളജിക്കൽ ഫാക്ട്സ്. ഒരു ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞ് നോർമൽ ആയിട്ടുള്ള ബയോളജിക്കൽ ഫാക്ടിനെ അത് തിരുത്തുന്നില്ല, അതിനെ കൺഫേം ചെയ്യുകയാണ് ചെയ്യുന്നത്. Babies born without legs do not negate the statement that Homo sapiens is bipedal species. മനുഷ്യൻ എന്ന് പറയുന്നത് 2 കാലുകളുള്ള ഒരു ജീവിയാണ് എന്നുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ടിനെ ഒരു കാലുമായിട്ട് ജനിക്കുന്ന ഒരു കുട്ടി റദ്ദാക്കുന്നില്ല. മനുഷ്യൻ 2 കണ്ണുകളുള്ള ജീവിയാണ് എന്നുള്ള ഒരു ഫാക്ടിനെ ഒരു കണ്ണുമായി ജനിക്കുന്ന കുട്ടിയോ, കണ്ണിന്റെ സ്ഥാനത്ത് ഒരു കുഴി മാത്രമുള്ള കുട്ടിയോ, 2 കണ്ണുമില്ലാതെ ജനിക്കുന്ന കുട്ടിയോ ഒന്നും റദ്ദാക്കുന്നില്ല. കൈകളുടെ കാര്യത്തിൽ 2 കൈകളാണുള്ളത്.
ഒരാൾക്ക് 3 കൈയുള്ള കുറെ കുട്ടികളുണ്ട്, 500 കുട്ടികൾ 3 കൈയുണ്ട് എന്ന് പറഞ്ഞ് എന്താണ് 2 കൈയുള്ള ആളാണ് മനുഷ്യൻ എന്നുള്ള ഫാക്ട് അവിടെ ഇല്ലാതാവും. അതൊരു സ്പെക്ട്രം ആണെന്ന് നിങ്ങൾ പറയും. സ്പെക്ട്രം ആണെങ്കിൽ പറയണം. അതാണ് ജെൻഡർ ഒരു സ്പെക്ട്രമാണ്, റേസ് ഒരു സ്പെക്ട്രമാണെന്ന് അദ്ദേഹം പറയുന്നത്. റേസ് സ്പെക്ട്രം തന്നെയാണ്. ഒബാമ സ്പെക്ട്രത്തിൽ നിൽക്കുന്നത്. എവിടെ നിൽക്കുന്നത്? വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ? മേഗൻ ചാൾസ് രാജാവിന്റെ ഡോട്ടറിലോ അവരും ഒരു സ്പെക്ട്രത്തിലാണ്. ഒരു വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ? അത് സ്പെക്ട്രമാകാൻ കാരണമുണ്ട്. വ്യത്യസ്ത എത്തനിക്കായിട്ടുള്ള ആളുകൾ തമ്മിൽ ഇന്റർമിംഗ്ലിംഗ് നടക്കുന്നു. അപ്പം ഈ ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കണക്ക് എൻഡോഗാമിയല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ജാതിക്കാരൻ ആ ജാതി കെട്ടുന്നു, ആ മതക്കാരൻ ആ മതത്തിൽ കെട്ടുന്നു, ആ സ്ഥലക്കാരൻ ആ സ്ഥലത്തിൽ കെട്ടുന്നു, ആ പാർട്ടിക്കാരൻ ആ പാർട്ടിക്കാരനെ കെട്ടുന്നു. അങ്ങനെ ഒരു പരിപാടിയല്ല ലോകം. പണ്ട് മനുഷ്യന് ഈ പരിപാടി ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരുപാട് പുരോഗമിച്ചപ്പോഴാണ് പാർട്ടിക്കാരൻ മാത്രമേ പാർട്ടിക്കാരനെ കെട്ടാവൂ എന്നൊക്കെയുള്ള നിയമം വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, കണ്ണില്ലാതെ കുട്ടികൾ ജനിക്കുന്നത് മനുഷ്യന് 2 കണ്ണുണ്ട് എന്നുള്ള ഒരു ബയോളജിക്കൽ ട്രൂത്തിനെ ഇല്ലാതാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇന്റർസെക്സ് പോലെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും സെക്ഷൽ ബൈനറി ഇല്ലാതാക്കുന്നില്ല എന്ന് ഡോക്കിൻസ് പറയുന്നു. ഡോക്കിൻസിനെതിരെ ഇവിടെ കേരളത്തിൽ വരെ ഭയങ്കര ആറാട്ടാണ് നടക്കുന്നത് കേട്ടോ. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. എൻഡോക്രിനോളജി ഡോക്കിൻസിന് അറിയാമോ? പുള്ളി ഇവല്യൂഷണൽ ബയോളജിസ്റ്റ് അല്ലേ, ആ ജോലി ചെയ്താൽ പോരെ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ഡോക്കിൻസ് ഭയങ്കര എത്തിസ്റ്റ് ഒക്കെ ആയിരിക്കും. ഡോക്കിൻസ് കാരണമായിരിക്കാം ഞങ്ങൾ എത്തീസത്തിലേക്ക് വന്നത്. പക്ഷെ ഇക്കാര്യത്തിൽ പുള്ളിക്ക് പിടിപാടില്ല. പുള്ളി സയന്റിഫിക് അമേരിക്കനെയാണ് തിരുത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഡോക്കിൻസിനെ പിന്തുണച്ചുകൊണ്ട് ജെറി കോയിൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ബയോളജിസ്റ്റുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. സെക്സ് ഈസ് ബൈനറി. അപ്പൊ ഡോക്കിൻസ് എന്ന് പറഞ്ഞെന്താണ്? റേസ് ബൈനറിയാണ്, സമ്മതിച്ചു. പക്ഷെ അത് 2015 അദ്ദേഹം ഈ 21 എഴുതിയ ഒരു എക്സ് ലേഖനത്തിൽ, ഒരു മെസ്സേജാണിത്. ഇൻ 2015 റേച്ചൽ ഡൊലോസൽ, a white chapter president of NAACP, was vilified for identifying as black. Some men choose to identify as women and some men choose to identify as men. You will be vilified if you deny, and they literally are what their identity is. ഇപ്പോ ലോകത്തൊരു കാര്യം നടക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്താണ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു അതാണ് അയാൾ. ഇപ്പൊ ഞാൻ പറയുന്നു ഞാൻ നാളെ മുതൽ പെണ്ണാണ്, നിങ്ങളത് അംഗീകരിക്കണം. ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ഐ എം എ വുമൺ, സോ യു ഹാവ് ടു അഗ്രി. അതാണ് വെസ്റ്റേൺ ലോജിക്ക്. ഇപ്പോൾ വെസ്റ്റേൺ അത് അംഗീകരിക്കപ്പെടുന്നുണ്ട്. കാരണം അയാളുടെ അധികാരമാണ് എന്തായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ആണിന് പെണ്ണായിട്ടും പെണ്ണിന് ആണായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. അതിനെ എതിർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല. ഓക്കെ, അതിനകത്തൊരു ലോജിക്കുണ്ട്. ബിക്കോസ് ജെൻഡർ ഈസ് എ സ്പെക്ട്രം. പക്ഷെ റേസ് ജെൻഡറിനേക്കാൾ എത്രയോ കറക്റ്റായിട്ട് ബയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്പെക്ട്രമാണ്. റേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞൊരു വാക്ക്, പീപ്പിൾ ഹു ഹാവ് വൺ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പേരന്റ് who is a native American may call themselves Native American. Sex, on the other hand, is pretty damn binary. So on the face of it, it would seem easier for someone to identify as whatever race they choose. If you have one black parent and one white parent, you might think you could choose what identify you as. നിങ്ങളുടെ അച്ഛൻ ബ്ലാക്ക് ആണ്, അമ്മ വൈറ്റ് ആണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് പറയാം ഞാൻ ബ്ലാക്ക് ആണ്, അമ്മയുടെ അല്ലെ വൈറ്റ് ആണ് പറയാലോ. അത് ബയോളജിക്കലി കറക്റ്റ് ആണ്, സോഷ്യലി കറക്റ്റ് ആണ്. ഇപ്പൊ റേസ് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത്രയും ഈ ആറ്റം മുതൽ ആറ്റം, അതാണ് സ്പെക്ട്രം. ബൈനറി എന്ന് പറഞ്ഞാൽ 2, അതോ ഇതോ, ഇതാണ് ബൈനറി. ഇത് വാനിറ്റി ഫെയറിന്റെ കവറിൽ വന്ന ഒരു വിഖ്യാതനായ ഒരു ഒളിമ്പിക് ഡെക്കാത്തലൻ അത്ലറ്റിന്റെ പടമാണ്. ഹി വോൺ 2 ഗോൾഡ് മെഡൽസ്. മോൺട്രിയൽ 1, 2 ഗോൾഡ് മെഡൽ. ഡെക്കാത്തലൻ എന്ന് പറഞ്ഞാൽ 10 ഐറ്റങ്ങളാണ്. ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഓട്ടം, പോൾ വാൾട്ട് എല്ലാം കൂടെ ചേർന്ന് 10 ഐറ്റം. ഡാലി തോംസനെയൊക്കെ നിങ്ങൾക്ക് അറിയാം, പഴയ ബ്രിട്ടീഷ് അത്ലറ്റ്. ഇത് സ്വർണ്ണം നേടിയ ആളാണ്. പുള്ളി എന്ത് ചെയ്തു? ഹി മാരിഡ് 3 times and he had 6 children in 3 wives. In his 60s he decided to convert and identify himself as a woman. അങ്ങനെ ഈ ആഡംസ് ആപ്പിളൊക്കെ റിമൂവ് ചെയ്തു. പിന്നെ ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ഒക്കെ നടത്തി. പുള്ളി ഈ ഡ്രസ്സിൽ മാസികളിലെല്ലാം പ്രത്യക്ഷപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരൊന്ന് കൈയടിച്ചു, നിന്റെ സ്വാതന്ത്ര്യം. യു വാണ്ടഡ് ടു ബി എ വുമൺ. ബിക്കോസ് ഒരു ഡെക്കാത്തലൻ അത്ലറ്റ് 3 വിവാഹം കഴിച്ചു, 6 കുട്ടികൾ, പുരുഷന്മാരുടെ ഡെക്കാത്തലനിൽ 2 സ്വർണം. അങ്ങനെ ഒരു അത്ലറ്റാണ് 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം പെണ്ണാകുന്നത്. എൻ്റെ അമേരിക്ക എഴുതേണ്ടത് കൈയടിച്ചു. ഇപ്പുറത്ത് കാണുന്ന സ്ത്രീ, അവരാണ് ഈ റേച്ചൽ ഡൊളേഴ്സൽ എന്ന് പറയുന്നത്.
അവർ ഐഡന്റിഫൈ ചെയ്ത മറ്റൊന്നുമല്ല, ഞാനൊരു കറുത്തവളാണ്. ആക്ച്വലി ഷീസ് നോട്ട് എ കറുത്തവൾ. അവരുടെ ഫാമിലി വരുന്നത് ചെക്കാണ്, ചെക്കോസ്ലോവാക്യ, യൂറോപ്യൻ ഡിസെന്റ് ആണ്. ഒരു കൊക്കേഷ്യൻ വനിതയാണ്, വൈറ്റ് ആണ്, അവർ വീട്ടിലെല്ലാവരും വൈറ്റ് ആണ്. പക്ഷെ അവർ 4 ബ്ലാക്ക് കുട്ടികളെ ദത്തെടുത്തിട്ടുണ്ട് വളർത്താൻ. അവരെന്നിട്ട് ഈ കറുത്തവർക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളുടെ അഡ്വാൻസ്മെന്റ് ഓഫ് കളേർഡ് പീപ്പിൾ, അതാണ് NAACP എന്ന് പറയുന്ന ആ ഒരു സംഘടന, അതിന്റെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ അവർ പറഞ്ഞു ഞാൻ കറുത്തതായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ഞാനൊരു കറുത്തവളാണ്. അപ്പോഴത്തേക്ക് സമൂഹത്തിൽ നിന്ന് ഒന്നടങ്കം ഇവർക്കെതിരെ പ്രതിഷേധങ്ങളും ട്രോളുകളും ശകാരങ്ങളും ടോർച്ചറും ഉണ്ടാവും, ഇവരെ റദ്ദാക്കാനുള്ള ശ്രമം ഉണ്ടാവും. അതാണ് ഡോക്കിൻസ് പറഞ്ഞത്. ആക്ച്വലി റേസ് ഒരു സ്പെക്ട്രമാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും കറുത്തതും വെറുത്തതും ഒക്കെ വെച്ച് നിങ്ങൾക്ക് പറയാവുന്നേ ഉള്ളൂ. പക്ഷേ ജെൻഡർ അത്ര പോലും അല്ല. പക്ഷെ ജെൻഡർ സ്പെക്ട്രമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരെയും ആദരിക്കുന്നു, അവരെ അംഗീകരിക്കുന്നു. പക്ഷെ ഒരു റേസ്, ഒരു കറുത്തവളാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു വെളുത്തവളെ നിങ്ങൾ കുരിശിൽ കയറ്റുന്നു എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞാൽ തെറ്റുണ്ട്, കാര്യം വെച്ചാൽ അവർ കറുത്തവളല്ല. പക്ഷെ അവർ ഐഡന്റിഫൈ ആസ് കറുത്തവൾ. ഞാനൊരു കറുത്തവളാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ ഞാൻ കറുത്തവളാണ്. ഇപ്പൊ ഞാനൊരു പെണ്ണാണ് എന്ന് ഫീൽ ചെയ്യുന്നെങ്കിൽ ഞാൻ പെണ്ണല്ലേ. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോഷ്യോളജി, ബയോളജി രണ്ടുമുണ്ട്. സമൂഹം, പാവകൾ, വസ്ത്രം, മേക്കപ്പ്, ലിപ്സ്റ്റിക്, ഒരുപാട് സാധനമുണ്ട്. അപ്പൊ സമൂഹമാണത് ഒരു വലിയ കാര്യമാണ് ജെൻഡറിൽ. പോട്ടെ, ജെൻഡറും ഫ്ലൂയിഡാണ്. സെക്സ് എന്ന് പറയുന്നത്, റേസ് എന്ന് പറയുന്നത് സ്പെക്ട്രമാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഈ സെക്സിൽ കയറി പിടിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവരുടെ കാര്യം നോക്കുക. ഇതാണ് അത്ലറ്റ്, ഇയാളാണ്, അയാളുടെ പേര് ബ്രൂസ് ജെന്നർ എന്നാണ്. അടിച്ചു നോക്കിയാൽ അറിയാം. 1949 ജനിച്ചു. കാറ്റലിൻ മേരി ജെന്നർ എന്നാണ് പേര് മാറ്റിയത്. ബ്രൂസ് ജെന്നർ എന്നുള്ള അത്ലറ്റ് ആണ്. ഇസ് an American media personality and a former Olympic gold medal winning decathlete. Jenner played college football for the concealed Yellow Jackets before incurring a knee injury and required a surgery. Jenner had 6-year decathlon career, culminating in winning men's decathlon event in 1976 Summer Olympics in Montreal. Olympics Jenner has 6 children with 3 successive wives, Christine, Linda Thompson, and ഇപ്പോൾ ഒരു ഇതുണ്ട്, ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. Where race is not a spectrum, Rachel Dolezal's critics should have spotted that she was in really black. റേസ് ഒരു സ്പെക്ട്രം അല്ലെങ്കിൽ അവർ ബ്ലാക്ക് അല്ല, വേണ്ടത്ര ബ്ലാക്ക് അല്ലെന്ന് ആളുകൾ പറഞ്ഞതിനെ. പക്ഷെ അങ്ങനെയല്ല, റേസ് സ്പെക്ട്രം തന്നെയാണ്. Changing a race by which you identify is a doodle in comparison, precisely because the race is already a continuous spectrum, rendered so by the widespread intermarriage over many generations. ഇവിടെ അദ്ദേഹം ചാൾസ് രാജാവിന്റെ മക്കളാണ് മേഗൻ, അതുപോലെ തന്നെ ഒബാമ. ഇവരൊക്കെ റേസ് സ്പെക്ട്രമാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇവരിലുള്ള ജീനുകൾ, എക്സ്പ്രഷൻസ്, നൈദർ ബ്ലാക്ക് ഓർ വൈറ്റ്. ഇത് എന്നാൽ പറയും ഇദ്ദേഹത്തെ ഉടനെ ഡോക്കിൻസിനെ ആളുകൾ ട്രാൻസ്ഫോബിക് എന്ന് വിളിക്കാൻ തുടങ്ങി. നമ്മുടെ ഇവിടുത്തെ ക്യാൻസർ കൾച്ചറിന്റെ ആളുകളുണ്ട്, ട്രാൻസ്ഫോബിക് ഉണ്ടല്ലോ, എന്തിനും ട്രാൻസ് വിരുദ്ധരാണ്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതിന് വിരുദ്ധതയാണ്. ഇപ്പോൾ ഡോക്കിൻസിന്റെ ഒരുപാട് ആരോപണമുണ്ട്. അപ്പോൾ ഡോക്കിൻസ് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഈ ജെയിംസ് മോറിസിന്റെ കാര്യം പറഞ്ഞത്, ജെയിംസ് മോറിസ് ജാൻ മോറിസ് ആയിട്ട് ഒരു പുസ്തകം എഴുതി. ഈ പറയുന്ന വ്യക്തി, ഇദ്ദേഹം പിന്നീട് സ്ത്രീയായി. ഇദ്ദേഹം എഡ്മണ്ട് ഹിലാരിയും ടെൻസിങ്ങും ഈ ഹിമാലയം കീഴടക്കിയ സമയത്ത് ആ പരിവേഷ സംഘത്തോടെ പോയ ഒരു ജേർണലിസ്റ്റാണ്. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവരെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ജേർണലിസ്റ്റ് പിന്നീട് ഒരു സാഹിത്യകാരിയൊക്കെ ആയി മാറി. ജെൻഡർ ട്രാൻസ്പോർട്ടേഷൻ ചേഞ്ച് ചെയ്യുന്നു. അവരെഴുതിയ പുസ്തകമാണ് കൊനൻഡ്രം, കുരുക്കഴിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ ഡോക്കിൻസ് പറയുന്നുണ്ട്, ഈ ജെൻഡർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ജെൻഡർ ചേഞ്ച് ചെയ്യുന്നത് പലപ്പോഴും വളരെ വേദനാജനകമായ കാര്യമാണ്. Not at all ridiculous, however, was James Morris' choice to identify as woman and his grueling and costly transition to Jane Morris, her explanation in Conundrum of how she always felt like a woman trapped in a man's body is eloquent and moving. It rings agonizingly true and earns our deep sympathy. We rightly address her with the feminine pronouns and treat her as a woman in social interaction. ഈ ജെയിൻ മോറിസിന്റെ കാര്യത്തിൽ, ജാൻ മോറിസിന്റെ കാര്യത്തിൽ അവര് സ്ത്രീയാകാനായിട്ട് കുട്ടിക്കാലം മുതലേ അവർ ശ്രമിച്ചതും അതിനായിട്ട് 10 വർഷം നീണ്ട് അവർ ആഗ്രഹിച്ചു പെണ്ണായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതും അതൊക്കെ അവർ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഡോക്കിൻസ് പറയുന്നു, ഇത് വായിക്കുമ്പോൾ തന്നെ ഇത് ജെനുവിൻ ആണ്, ട്രൂ ആണ്, ഇവരുടെ ദുഃഖം നമുക്ക് മനസ്സിലാകും എന്ന് പറയുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ അവരെ അഭിനന്ദിക്കുന്നതും അവരുടെ വികാരങ്ങൾ ഷെയർ ചെയ്യുന്നതും. അങ്ങനെ സംഭവിക്കാം, ബിക്കോസ് ആളുകൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അവരാണിപ്പോൾ 94 അവർ മരിച്ചുപോയി.
പുരുഷനായിരുന്നു, പക്ഷേ അവസാനം സ്ത്രീ ആയിട്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. അവർ സ്ത്രീ ആയോ ഇല്ലയോ എന്നുള്ളതല്ല, സ്ത്രീയാണ് എന്ന് അവർ കരുതുന്നു. ഇങ്ങനെ കുറെ, പക്ഷേ ഇതിനെയൊക്കെ അനുകൂലമായിട്ട് ട്രാൻസ്ജെൻഡർ പീപ്പിളിനോട് അങ്ങേയറ്റ അനുഭാവത്തോടെയും ബഹുമാനത്തോടെയും കൂടിയാണ് ഡോക്കിൻസ് സംസാരിക്കുന്നത്. പക്ഷേ ഡോക്കിൻസ് പറയുന്നൊരു കാര്യം, സെക്സ് ബൈനറിയാണ്. നിങ്ങൾ ആണായിരിക്കുക, നിങ്ങൾക്ക് ആണാണോ പെണ്ണാണോ എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നിങ്ങളുടെ ജെൻഡർ, നിങ്ങൾ ആണിനെ പോലെ ഫീൽ ചെയ്യുന്നു, സെക്ഷൽ ഓറിയന്റേഷൻ. ഇപ്പോൾ LGBTQ അതിനുവേണ്ടി ഒരു വലിയൊരു പോരാട്ടം നടത്തിയ ആളാണ് ഡോക്കിൻസ്. പുരുഷന് പുരുഷനോട്, സ്ത്രീക്ക് സ്ത്രീയോട്, രണ്ടു കൂട്ടരോടും ഒക്കെയുള്ള ലൈംഗികപരമായിട്ടുള്ള ബോധ്യങ്ങൾ, താല്പര്യങ്ങൾ ഉണ്ടാകാം, അതൊരു യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി ഒരുപാട് എഴുതിയിട്ടുള്ള ആളാണ് ഡോക്കിൻസ്. പക്ഷെ അപ്പോഴും ഡോക്കിൻസ് പറയുന്നുണ്ട് സെക്സ് ഈസ് ബൈനറി. സെക്സ് ജീവികുലത്തിലെമ്പാടും ബൈനറിയാണ്. കാരണം ഈ XY ജീനിലെ Y ജീനാണ് പുരുഷൻ. ഈ Y ജീൻ എവിടെ നിന്ന് കിട്ടിയതാണ്? ഒരു പുരുഷനിൽ നിന്ന് കിട്ടിയതാണ്. പുരുഷൻ വഴി ഒഴുകി എത്തുന്ന സാധനം. അത് അങ്ങനെയാണത്. ഇടയ്ക്ക് അനോമലി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബൈനറി അല്ലാതാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബൈനറി എന്ന് പറയുന്ന ഒരു വാക്ക് ഡിക്ഷണറിയിൽ നിന്ന് നീക്കം ചെയ്യണം. കാര്യം ലോകത്ത് ബൈനറിയേ ഇല്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, എല്ലാത്തിനും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറയാം.